ഇന്ന് നമുക്കൊരു പ്രത്യേക അറിയിപ്പാണുള്ളത്. അതായത് സ്ഥിരീകരിച്ചതിനേക്കാളും കൂടുതൽ രോഗമുക്തി നേടാനായിരിക്കുന്നു. 885 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ സംസ്ഥാനത്ത് 968 പേർക്ക് രോഗമുക്തിയുണ്ടായി. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16,995. ഇന്ന് 724 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. അതായത് 885-ൽ 724 സമ്പർക്കമാണ്. അതിൽ ഉറവിടമറിയാത്തത് 56 പേരുണ്ട്. വിദേശത്ത് നിന്ന് 64 പേർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 68 പേർ, ആരോഗ്യ പ്രവർത്തകർ 24. 4 മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് ചിറയൻകീഴ് സ്വദേശി 46 വയസ്സുള്ള മുരുകൻ, കാസർഗോഡ് അനങ്കൂർ സ്വദേശി 48 വയസ്സുള്ള ഖൈറുന്നീസ, കാസർഗോഡ് തന്നെ ചിറ്റാരി സ്വദേശി 68 വയസ്സുള്ള മാധവൻ, ആലപ്പുഴ കലവൂർ സ്വദേശി 85 വയസ്സുള്ള മറിയാമ്മ, ഇവരാണ് മരണമടഞ്ഞത്. ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 167, കൊല്ലം 133, കാസർഗോഡ് 106, കോഴിക്കോട് 82, എറണാകുളം 69, മലപ്പുറം 58, പാലക്കാട് 58, കോട്ടയം 50, ആലപ്പുഴ 44, തൃശ്ശൂർ 33, ഇടുക്കി 29, പത്തനംതിട്ട 23, കണ്ണൂർ 18, വയനാട് 15. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 101, കൊല്ലം 54, പത്തനംതിട്ട 81, ആലപ്പുഴ 49, കോട്ടയം 74, ഇടുക്കി 96, എറണാകുളം 151, തൃശ്ശൂർ 12, പാലക്കാട് 63, മലപ്പുറം 24, കോഴിക്കോട് 66, വയനാട് 21, കണ്ണൂർ 108, കാസർഗോഡ് 68. കഴിഞ്ഞ 24 മണിക്കൂറിനകം 25,160 സാമ്പിളുകൾ പരിശോധിച്ചു. 1,56,767 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 9,297 പേർ ആശുപത്രികളിൽ. ഇന്ന് 1,346 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ചികിത്സയിലുള്ളവർ 9,371. ഇതുവരെ ആകെ 3,38,038 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 9,185 സാമ്പിളുകളുടെ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 1,09,635 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 1,05,433 സാമ്പിളുകൾ നെഗറ്റീവായി.
ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 453. പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണം ഇന്ന് 1000-ൽ താണിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സാഹചര്യം കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിൽ പൂന്തുറ, പുല്ലുവിള, പുതുക്കുറിച്ചി, അഞ്ചുതെങ്ങ്, ഭീമാപ്പള്ളി എന്നിങ്ങനെ 5 ലാർജ് ക്ലസ്റ്ററുകളാണ് നിലവിലുള്ളത്. ഇവിടങ്ങളിൽ രോഗം കുറയുന്ന പ്രവണത കാണുന്നില്ല. പുല്ലുവിള, പുതുക്കുറിച്ചി, അഞ്ചുതെങ്ങ് ക്ലസ്റ്ററുകളുടെ സമീപ മേഖലകളിലേക്ക് രോഗം പടരുന്ന സാഹചര്യം നിലവിലുണ്ട്. ജില്ലയിലെ 17 FLTCകളിലായി 2103 കിടക്കകൾ സജ്ജമായിട്ടുണ്ട്. 18 FLTCകൾ ഉടൻ സജ്ജമാകും. ഇവിടെ 1817 കിടക്കകളുണ്ടാകും. പുല്ലുവിളയിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ 671 കോവിഡ് പരിശോധനകൾ നടത്തി. അതിൽ 288 എണ്ണം പോസിറ്റീവായി. അതായത് 42.92% ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. പുല്ലുവിളയിലും പൂന്തുറയിലും കഴിഞ്ഞ 4 ദിവസം നടത്തിയ കോവിഡ് പരിശോധന വിവരങ്ങൾ: പൂന്തുറയിൽ ജൂലൈ 20 54 സാമ്പിളുകൾ ശേഖരിച്ചു, 18 പോസിറ്റീവായി. ജൂലൈ 21 64 സാമ്പിളുകൾ ശേഖരിച്ചു, 15 പോസിറ്റീവായി. ജൂലൈ 22 55 സാമ്പിളുകൾ ശേഖരിച്ചു, 22 പോസിറ്റീവായി. ജൂലൈ 23 49 സാമ്പിളുകൾ ശേഖരിച്ചു, 14 പോസിറ്റീവായി. പുല്ലുവിള ജൂലൈ 20 50 സാമ്പിൾ, 11 പോസിറ്റീവ്. ജൂലൈ 21 46 സാമ്പിൾ, 22 പോസിറ്റീവ്. ജൂലൈ 22 48 സാമ്പിൾ, 22 പോസിറ്റീവ്. ജൂലൈ 23 36 സാമ്പിൾ, 8 പോസിറ്റീവ്. ഇപ്പോൾ രോഗവ്യാപന തോത് കുറയുന്നുണ്ട്, എന്നാലും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താറായിട്ടില്ല. കൊല്ലം ജില്ലയിലെ 33 കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലായി 4850 കിടക്കകൾ സജ്ജീകരിച്ചു. 3624 കിടക്കകളുള്ള 31 കേന്ദ്രങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ തയ്യാറാവും. അതോടെ 64 CFLTCകളിൽ ആകെ കിടക്കകളുടെ എണ്ണം 8474 ആവും. പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ അതൊരു ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററാണ്. ഇവിടെ സമ്പർക്കം മൂലം ഇതുവരെ 205 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഈ ക്ലസ്റ്ററിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള രോഗവ്യാപനം ദൃശ്യമല്ല. തിരുവല്ല തുകലശ്ശേരിയിലെ ഹോളി സ്പിരിറ്റ് കോൺവെൻറ്റിൽ സമ്പർക്കം മൂലം ഇതുവരെ 44 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജില്ലയിൽ 75 CFLTCകളിലായി 7364 ബെഡുകളാണ് സജ്ജമാക്കുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന 5 CFLTCകളിലായി 624 ബെഡുകളാണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് കേസുകൾ കൂടുതലായി കണ്ടിരുന്ന കുറത്തിക്കാട്, കായംകുളം, ചേർത്തല താലൂക്ക് ആശുപത്രി, ITBP ഇവിടങ്ങളിൽ കേസുകൾ കുറഞ്ഞു വരുന്നുണ്ട്. തീരപ്രദേശത്തെ ക്ലസ്റ്ററുകൾ സജീവമായി നിലനിൽക്കുകയാണ്.
സമ്പർക്ക പട്ടികയിലെ 105 പേർക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ കടക്കരപ്പള്ളിയിൽ 18 പേർക്കും ചെട്ടിക്കാട് സമ്പർക്ക പട്ടികയിലെ 465 പേരിൽ 29 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾക്കായി 29 കെട്ടിടങ്ങളിലായി 3140 ബെഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കോട്ടയത്ത് ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചു. അതിനെ തുടർന്ന് ക്വാറന്റൈനിൽ പ്രവേശിച്ച കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വർക്ക് ഫ്രം ഹോം സംവിധാനത്തിൽ ചുമതലകൾ നിർവഹിക്കുകയാണ്. ചങ്ങനാശ്ശേരിക്കും പായിപ്പാടിനും പുറമെ പാറത്തോട്, പള്ളിക്കത്തോട് എന്നിവയാണ് നിലവിലുള്ള കോവിഡ് ക്ലസ്റ്ററുകൾ. CFLTCകൾക്കായി ഇതുവരെ 55 സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു. ഇതിൽ വിപുലമായ സൗകര്യങ്ങളുള്ള 33 കേന്ദ്രങ്ങളിൽ 4255 പേരെ താമസിപ്പിക്കാനാകും. ഇടുക്കി ജില്ലയിൽ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ ഇല്ല. സമ്പർക്കം മൂലമുള്ള രോഗബാധ കൂടിയ സ്ഥലങ്ങൾ കൊന്നത്തടി, രാജാക്കാട് എന്നിവയാണ്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾക്കായി 5 താലൂക്കുകളിലായി 5606 പേർക്കുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. 3114 പേർക്കുള്ള സൗകര്യം പൂർത്തിയായി. എറണാകുളം ജില്ലയിൽ വൃദ്ധജന രോഗി പരിപാലന കേന്ദ്രങ്ങൾ, കോൺവെൻറ്റുകൾ എന്നിവിടങ്ങളിൽ രോഗവ്യാപനമുണ്ടായത് ഗൗരവത്തോടെ കാണേണ്ട സാഹചര്യമാണ്. തൃക്കാക്കരയിലെ ഒരു കെയർ ഹോമിൽ 135 അന്തേവാസികളുടെ ആൻറ്റിജൻ പരിശോധന നടത്തിയപ്പോൾ 40 പേരുടെ റിസൾട്ടും പോസിറ്റീവാണ്. കെയർ ഹോമുകളിലേക്ക് സന്ദർശകരെ അനുവദിക്കില്ല. പുറമേക്കുള്ള കെയർ ഹോം അധികൃതരുടെ സഞ്ചാരവും പരിമിതപ്പെടുത്തും. പോസിറ്റീവായവരുടെ എണ്ണം കൂടുതലുള്ള കെയർ ഹോമുകളിൽ തന്നെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ സജ്ജമാക്കും. 24 മണിക്കൂറും ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സൗകര്യവും ഉണ്ടാകും. രോഗനിലയിൽ വ്യത്യാസം കണ്ടാൽ കോവിഡ് ആശുപത്രിയിലേക്ക് മാറ്റും. ലഭ്യമായ മൊത്തം ചികിത്സാ സൗകര്യത്തിൽ 39% കിടക്കകളാണ് ഇപ്പോൾ വിനിയോഗിച്ചിട്ടുള്ളത്. 47% ICU സൗകര്യവും 26% വെന്റിലേറ്ററുകളും ഉപയോഗിക്കുന്നുണ്ട്. പ്രധാന ക്ലസ്റ്ററായ ആലുവയിൽ രോഗവ്യാപനം ശക്തമായി തുടരുകയാണ്. സമീപ പഞ്ചായത്തുകളിലും കൂടുതൽ കേസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. കൊച്ചി കോർപ്പറേഷനിലെ ചില പ്രദേശങ്ങളിലും സമ്പർക്കം മൂലം രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആകെ 109 FLTCകളിലായി 5897 പോസിറ്റീവ് കേസുകൾ അഡ്മിറ്റ് ചെയ്യാൻ സൗകര്യമുണ്ട്. 24 കേന്ദ്രങ്ങളിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിച്ചു. 21 സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സക്കുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കോവിഡ് ആശുപത്രികളിലെ ICUകളിൽ ഇൻറ്റൻസിവിസ്റ്റുകളുടെ സേവനം കൂടുതലായി ആവശ്യമായി വരുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികൾ കൂടി സഹകരിച്ചാലേ ഇതിന് പരിഹാരമുണ്ടാവും. തൃശ്ശൂരിൽ സമ്പർക്ക വ്യാപനം കൂടുകയാണ്. ആദ്യം രോഗം സ്ഥിരീകരിച്ച ജില്ലയിൽ ആകെ രോഗികളുടെ എണ്ണം
1000 കടന്നു. 40 തദ്ദേശ സ്ഥാപന പ്രദേശങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ നിന്ന് മുരിയാട് പഞ്ചായത്തിലേക്ക് വ്യാപിക്കുന്നു. നാളെ വൈകിട്ട് മുതൽ ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30 CFLTCകൾ തയ്യാറായി. ഇതിൽ 6033 ബെഡുകൾ ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് പട്ടാമ്പിയിലെ രോഗബാധ കൂടുതലായി കണ്ടെത്തിയ സാഹചര്യത്തിൽ നടത്തിയ പരിശോധനയിൽ 38 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ 3 കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളാണുള്ളത്. കൊണ്ടോട്ടി, നിലമ്പൂർ, പൊന്നാനി നഗരസഭയിലെ എല്ലാ വാർഡുകളുമാണ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററായി തുടരുന്നത്. ലാർജ് ക്ലസ്റ്ററായിരുന്ന പൊന്നാനി താലൂക്കിലെ പൊന്നാനി നഗരസഭയൊഴികെയുള്ള പ്രദേശങ്ങളിൽ രോഗവ്യാപനം കുറഞ്ഞു. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊരു ക്ലസ്റ്ററായിരുന്ന താനൂർ നഗരസഭാ പരിധിയിലെ നിയന്ത്രണങ്ങളും ഒഴിവാക്കി. ജില്ലയിൽ 59 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളാണ് ഒരുങ്ങുന്നത്. 50,793 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ടാകും. വയനാട് ജില്ലയിൽ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ ഉണ്ടായിട്ടില്ല. ലിമിറ്റഡ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററായി തൊണ്ടർനാട് പ്രദേശം തുടരുന്നു. കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി തുടരുന്നത് 12 തദ്ദേശ സ്ഥാപനങ്ങളിലെ 87 വാർഡുകളാണ്. ജില്ലയിൽ 20 FLTCകളിലായി 2630 കിടക്കകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. 5660 ബെഡുകളുടെ സൗകര്യത്തിൽ 52 കേന്ദ്രങ്ങൾ FLTCകളാക്കുന്നതിന് കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ രോഗവ്യാപന ഭീതി നിലനിൽക്കുന്നു. 50 ഇടങ്ങളിലായി ഒരുക്കിയ FLTCകളിൽ 4870 ബെഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ തൂണേരിയാണ് ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്റർ. ചെക്കിയാട് ഗ്രാമപഞ്ചായത്തിലെ രോഗം സ്ഥിരീകരിച്ച ഡോക്ടറുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരും ഈ വ്യക്തിയുമായി ഇടപഴകിയവരും ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചോറോട് ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ വീട്ടിൽ ജന്മദിനാഘോഷം നടന്നത് ജൂലൈ 15-നാണ്. കോവിഡ് സമ്പർക്ക ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ചടങ്ങ് നടന്നത്. ഇതും ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. കണ്ണൂരിൽ ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങളിൽ ആകെ 7178 കിടക്കകൾ സജ്ജമാക്കി. ഇതിൽ 2500 കിടക്കകൾ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളോട് അനുബന്ധിച്ചാണ്. ബാക്കി 4678-ൽ പഞ്ചായത്തുകളിൽ 2632, മുനിസിപ്പാലിറ്റി 1296, കോർപ്പറേഷൻ 750. ഇങ്ങനെയാണ് കിടക്കകൾ ഒരുക്കിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 6 കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളാണ്. കാസർഗോഡ് മാർക്കറ്റ് ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററായി മാറിയിട്ടുണ്ട്. ഹൊസങ്കടിയിലെ പ്രിയദർശിനി ലാബിനെ
കമ്മ്യൂണിറ്റി ക്ലസ്റ്ററിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണെങ്കിലും നാം കൃത്യനിഷ്ഠയോടെ നടത്തിയ ഇടപെടലുകൾ വൈറസിൻ്റെ വ്യാപനം കുറക്കുവാനും മരണനിരക്ക് കുറക്കുവാനും സഹായിച്ചു. ആദ്യ 2 ഘട്ടത്തിലും രോഗപ്പകർച്ച ഫലപ്രദമായി തടയാൻ കഴിഞ്ഞു. 3-ാം ഘട്ടത്തിലെ രോഗപ്പകർച്ച എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. ലോകത്തിനു മുന്നിൽ രോഗപ്പകർച്ചയുടെ ഉയർച്ചയും മരണനിരക്കും കുറക്കാൻ കഴിഞ്ഞതാണ് കേരളത്തിൻ്റെ നേട്ടം. മരണനിരക്ക് മറ്റു പല രാജ്യങ്ങളിലും 4% മുതൽ 10% വരെ ഉയർന്നപ്പോൾ കേരളത്തിൽ 0.31% പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് യാദൃശ്ചികമായ അനുഭവമല്ല, കഠിന പ്രയത്നത്തിൻ്റെ ഗുണഫലം തന്നെയാണത്. ഇന്നലെ വരെ 16,110 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇപ്പോൾ മരണസംഖ്യ 50. ചിലരുടെ ആക്ഷേപം വേണ്ടത്ര പരിശോധനകൾ നടത്തുന്നില്ല എന്നാണ്. കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിക്കുന്നതിനായി വലിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തുടക്കത്തിൽ NIV ആലപ്പുഴയിൽ മാത്രമുണ്ടായിരുന്ന പരിശോധനാ സംവിധാനം വിപുലീകരിച്ചു. 15 സർക്കാർ ലാബുകളിലും 8 സ്വകാര്യ ലാബുകളിലും ഉൾപ്പെടെ 25 സ്ഥലങ്ങളിലാണ് RT-PCR പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുള്ളത്. ട്രൂനാറ്റ് പരിശോധന 19 സർക്കാർ ലാബിലും 15 സ്വകാര്യ ലാബിലും, CB-NAT പരിശോധന 6 സർക്കാർ ലാബിലും 9 സ്വകാര്യ ലാബിലും നടക്കുന്നു. എയർപോർട്ടിലെയും ക്ലസ്റ്ററുകളിലെയും ആൻറ്റിജൻ പരിശോധനയ്ക്കായി 10 ലാബുകളുമുണ്ട്. നിലവിൽ 84 ലാബുകളിൽ കോവിഡിൻ്റെ വിവിധ പരിശോധനകൾ നടത്താനാകും. 9 സർക്കാർ ലാബുകളിൽ കൂടി പരിശോധിക്കാനുള്ള നടപടി പൂർത്തിയായി വരികയാണ്. അക്രഡിറ്റേഷനുള്ള സ്വകാര്യ ലാബുകൾക്ക് പരിശോധനയ്ക്കുള്ള അനുമതി നൽകുന്നുമുണ്ട്. തുടക്കത്തിൽ 100-ന് താഴെ മാത്രമായിരുന്നു പ്രതിദിന പരിശോധന. അത് രോഗവ്യാപന തോതനുസരിച്ച് 25,000-ൽ കൂടുതൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. പരിശോധനയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 3-ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 25,160 സാമ്പിളുകളാണ് പരിശോധിച്ചത്. റുട്ടീൻ സാമ്പിൾ, എയർപോർട്ട് സർവൈലൻസ്, പൂൾഡ് സെൻറ്റിനൽ, CB-NAT, ട്രൂനാറ്റ്, CLIA, ആൻറ്റിജൻ അസേ ഇവയെല്ലാം ഉൾപ്പെടെ ഇതുവരെ ആകെ 6,35,272 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ടെസ്റ്റ് പരിശോധനയുടെ കാര്യത്തിൽ ടെസ്റ്റ് പെർ മില്യൺ ബൈ കേസ് പെർ മില്യൺ എന്ന ശാസ്ത്രീയ മാർഗം നോക്കുമ്പോൾ കേരളം 3-ാം സ്ഥാനത്താണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 2.6% മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. പരിശോധനകൾ വെച്ച് 5% താഴെ കേസുകളാണെങ്കിൽ നിയന്ത്രണ വിധേയമാണെന്നാണ് WHO പറയുന്നത്. 30 ദിവസത്തേക്കാവശ്യമായ കിറ്റുകൾ KMSCL മുഖേന ലഭ്യമാക്കിയിട്ടുണ്ട്. കുറവ് വരുന്ന മുറക്ക് അവ ശേഖരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് പരിശോധന കുറയുന്നുവെന്ന ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവുമില്ല. രോഗികൾ കൂടുന്ന അവസ്ഥയിലാണ് എല്ലാ ജില്ലകളിലും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ സ്ഥാപിക്കുന്നത്. കോവിഡ് വ്യാപനത്തെ നേരിടുന്നതിന് പ്രത്യേകമായി തയ്യാറാക്കുന്ന ജനകീയ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായ കേസുകളിൽ കോവിഡ് രോഗലക്ഷണങ്ങൾ പ്രകടമായി ഇല്ലാത്തവരെയും നേരിയ രോഗലക്ഷണങ്ങളുള്ളവരെയുമാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ കിടത്തി ചികിത്സിക്കുക. ഇതിലൂടെ ആശുപത്രികളെ തിരക്ക് കുറക്കാൻ കഴിയും. മാത്രമല്ല മികച്ച ചികിത്സ ലഭ്യമാക്കാനും സാധിക്കും. 3 സ്റ്റേജുകളായാണ് CFLTCകൾ തയ്യാറാക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ 86 CFLTCകൾ, 11,284 കിടക്കകൾ. രണ്ടാം ഘട്ടം 253 CFLTCകൾ, 30,598 കിടക്കകൾ. മൂന്നാം ഘട്ടം 480 CFLTCകൾ, 36,400 കിടക്കകൾ. ദിവസം തോറും പുതിയ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നുണ്ട്. പൂൾ 1, പൂൾ 2, പൂൾ 3 എന്നിവ അടിസ്ഥാനമാക്കിയാണ് ജീവനക്കാരെ സജ്ജമാക്കിയത്. പൂൾ 1-ൽ 30,000-ഓളം ജീവനക്കാരെ തിരഞ്ഞെടുത്ത് അതാത് ജില്ലകൾക്ക് നൽകിയിട്ടുണ്ട്. ജില്ലാ കലക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും ചേർന്ന് അവരെ ആവശ്യമായ CFLTCകൾ നിയമിക്കും. പൂൾ 2-ലും 3-ലും കൂടി ആവശ്യമാണെങ്കിൽ 50,000-ഓളം ജീവനക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ആസൂത്രണം ആരോഗ്യവകുപ്പിൽ നടക്കുന്നുണ്ട്. കേസുകൾ വർദ്ധിച്ച് സന്നിഗ്ധഘട്ടം വന്നാൽ ഒപ്പം നിർത്താനായി സ്വകാര്യ ആശുപത്രികളുമായും ആശുപത്രി സംഘടനകളുമായും ചർച്ച നടത്തി. ഇതുകൂടാതെ ചികിത്സാ ചെലവ് സംബന്ധിച്ചും ധാരണയായിട്ടുണ്ട്. 1129 സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ 200-ഓളം ആശുപത്രികൾ സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ CFLTCകളിലും ഇവരുടെ സേവനം ഉപയോഗിക്കും. ജില്ലാതലത്തിൽ കലക്ടറുടെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ ഉൾപ്പെട്ട ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനമെടുത്തിട്ടുണ്ട്. ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകളും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അർപ്പണ മനോഭാവവും ജനങ്ങളുടെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള പെരുമാറ്റവും കൂടിയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് 2 പ്രദേശങ്ങളിൽ സമൂഹവ്യാപനം ഉണ്ടായെങ്കിലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. ക്ലസ്റ്റർ കെയറിലൂടെ ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഫീൽഡ് നിരീക്ഷണം, ചെക്ക് പോസ്റ്റ് നിരീക്ഷണം, റോഡ് റെയിൽ നിരീക്ഷണം, വിമാനത്താവള നിരീക്ഷണം ഇവയെല്ലാം ശക്തിപ്പെടുത്തി. സെൻറ്റിനൽ സർവൈലൻസ് ഊർജിതപ്പെടുത്തുകയും ആൻറ്റിജൻ പരിശോധന വ്യാപകമാക്കുകയും ചെയ്തു. കേസ് വ്യാപനത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ മാപ്പിങ്ങും അതനുസരിച്ച് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഇടപെടലും നടത്തുന്നുണ്ട്. പ്രൈമറി കോണ്ടാക്റ്റ്, സെക്കൻഡറി കോണ്ടാക്റ്റ് ഇവ തരംതിരിച്ച്
കോൺട്രാക്റ്റ് ട്രേസിംഗ് വിപുലമാക്കി. കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രവർത്തനങ്ങൾ നിരന്തരം വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രദേശത്തെ എല്ലാ ആളുകളെയും ക്വാറൻറ്റൈൻ ചെയ്യുന്നുണ്ട്. സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ സൂപ്പർ സ്പ്രെഡ് ഒഴിവാക്കാൻ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുകയാണ്. സൂപ്പർ സ്പ്രെഡിലേക്ക് പോയ പ്രദേശങ്ങളിൽ പ്രത്യേകം ക്ലസ്റ്ററായി തിരിച്ച് കർശന നടപടികൾ സ്വീകരിക്കുന്നു. രോഗവ്യാപനം കൂടിയ പ്രദേശങ്ങളിൽ പരിശോധനകൾ വ്യാപിപ്പിച്ചു. എത്രയും വേഗം രോഗബാധിതരെ കണ്ടെത്തുകയും സമ്പർക്കത്തിലുള്ളവരെ ക്വാറൻറ്റൈനിലാക്കുകയാണ്. അതിർത്തി കടന്നു വരുന്നവർക്കായി ആശുപത്രികളിൽ പ്രത്യേകം OP തുടങ്ങുകയും കിടത്തി ചികിത്സക്കുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ കർക്കശമായ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇന്ന് വന്നൊരു മാധ്യമ വാർത്തയുടെ തലക്കെട്ട് കുട്ടികളെ ആര് നോക്കും എന്നാണ്. പരിശോധനയ്ക്ക് പോകാൻ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ മടിക്കുന്നതിൻ്റെ കാരണമായി ആ മാധ്യമം പറയുന്നത് അവർക്ക് രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ വീട്ടിൽ കുട്ടികളും വയോജനങ്ങളും തനിച്ചാകുമെന്നാണ്. എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു അസംബന്ധമായ വിലയിരുത്തലാണത്. ഇവിടെ രോഗബാധ ഉണ്ടാകാതിരിക്കാനായാണ് നമ്മൾ ഈ രോഗം തുടങ്ങിയ നാൾ തൊട്ടിട്ട് റിവേഴ്സ് ക്വാറൻറ്റൈനിൽ പാർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റിവേഴ്സ് ക്വാറൻറ്റൈനിൽ വരേണ്ടവരാണ് പ്രായമുള്ളവരും ഈ കുട്ടികളും. അപ്പോൾ വയോജനങ്ങളിൽ രോഗം മാരകമായി തീരുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വീടുകളിലുള്ള പ്രായമുള്ളവരെ കരുതി അതീവ ജാഗ്രത എല്ലാവരും പുലർത്തിയേ തീരും. ഈ പ്രായമുള്ളവരെ രക്ഷിക്കുന്നതിനും കുട്ടികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടി പരിശോധനയ്ക്ക് പോകാതിരിക്കുന്നു എന്ന് വന്നാൽ ആ പറയുന്നയാൾ പോസിറ്റീവാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഈ പ്രായമുള്ള ആളെയും കുട്ടിയെയും ബാധിക്കും. അത് ചിലപ്പോൾ ഈ പറയുന്ന വിഭാഗത്തെ അപകടത്തിലേക്കും എത്തിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നൽകുന്ന സന്ദേശം എന്താ? അത്തരമൊരു സന്ദേശമാണോ നമ്മൾ നൽകേണ്ടത്? മറിച്ച് നൽകേണ്ട സന്ദേശം ഈ പരിശോധനയ്ക്ക് വിധേയമാവുകയാണ് എന്നല്ലേ. പരിശോധനയ്ക്ക് വിധേയമാകാത്തവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടുണ്ടോ? ഇവിടെ ഇത് വായിച്ചാൽ തോന്നുക ആളുകളെ നിർബന്ധിച്ച് ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലേക്ക് മാറ്റി വീട്ടിലെ കുട്ടികളെയും മുതിർന്നവരെയും സർക്കാർ എന്തോ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നുവെന്നാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ എന്താണ് വാർത്തയുടെ ഉദ്ദേശം എന്നുള്ളതാണ്. ആ വാർത്ത സാധാരണക്കാരായ ആളുകൾക്ക് ടെസ്റ്റിനോട് സഹകരിക്കാൻ ആഭിമുഖ്യമാണോ ഉണ്ടാക്കുക, അല്ല വിമുഖതയാണോ ഉണ്ടാക്കുക? അത് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. അങ്ങനെ ആളുകൾ ടെസ്റ്റിനോട് നിസ്സഹകരിക്കുകയും രോഗവ്യാപനം കൂടുകയും ചെയ്യുന്ന സാഹചര്യമാണോ നമുക്ക് വേണ്ടത്? ചിലപ്പോൾ ചിലർ തെറ്റായ ചില നിലപാടുകൾ സ്വീകരിച്ചേക്കാം. ആ തെറ്റായ നിലപാടുകൾ തെറ്റാണ് എന്ന് പറഞ്ഞൊരു ബോധവൽക്കരണ രീതിയല്ലേ യഥാർത്ഥ മാധ്യമധർമ്മം? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. കേരളത്തിൽ ഇതുവരെയായിട്ടുള്ള കണക്കെടുത്താൽ എത്ര ആളുകൾ അല്ലെങ്കിൽ എത്ര ആയിരം ആളുകൾ ക്വാറൻറ്റൈനിൽ പോയിട്ടുണ്ട്?
എത്ര പേരുടെ ചികിത്സ നടന്നു? അവരുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ലാതെ ഒറ്റക്കാക്കി രക്ഷിതാക്കൾക്ക് പോകേണ്ടി വന്ന എത്ര സംഭവമുണ്ടായി? നമുക്ക് കുടുംബവും സാമൂഹ്യ ജീവിതവും ഉള്ളത് അത്തരം സാഹചര്യത്തിലാണ് താങ്ങായി മാറുന്നത്. ഇനി ഏതെങ്കിലും കേസിൽ അങ്ങനൊരു സഹായം ആർക്കെങ്കിലും ലഭിച്ചില്ലെങ്കിൽ അത് സർക്കാർ സംവിധാനങ്ങളെ അറിയിച്ചാൽ ഉചിതമായ നടപടികൾ സ്വീകരിച്ച് വേണ്ട പിന്തുണ ഉറപ്പുവരുത്തുന്നതായിരിക്കും. അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അതിൽ വിമർശിക്കുന്നത് ശരിയാണ്. അത് ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്ന് വിമർശിച്ചാൽ അത് പൂർണ്ണമായും ശരിയാണ്. അത് സർക്കാരിനെ ജാഗ്രതപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. അല്ലാതെ വീട്ടിലെ 2 പേർ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ പോയാൽ ബാക്കിയുള്ളവർ ആകെ വിഷമിക്കുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പിന്തുണ ഉറപ്പുവരുന്ന നടപടിയല്ലേ എല്ലാ ഘട്ടത്തിലും സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ, ഈ രീതിയിൽ ഭീതി വളർത്തുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങളോട് വിമുഖത കാണിക്കുന്നതിനും ഇടയാകുന്ന വാർത്തകൾ നൽകാൻ തയ്യാറാകരുത്. സർക്കാരിനെ വിമർശിക്കുന്നതിനൊരു പ്രശ്നമില്ല കേട്ടോ, അത് വിമർശിച്ചോളി, അതിനൊരു പ്രശ്നമില്ല, അതിനൊരു വിമുഖതയും കാണിക്കുകയും വേണ്ട. പക്ഷേ വസ്തുനിഷ്ഠവും നിർമ്മാണാത്മകവുമായിരിക്കണം. കോവിഡ് പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്ന രീതിയിലാകരുത് എന്ന അഭ്യർത്ഥന മാത്രമാണ് ഉള്ളത്. അത് പൊതുവെ മാധ്യമലോകം മാനിക്കുമെന്ന് തന്നെയാണ് എനിക്കുള്ള പ്രതീക്ഷ. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കർഷകർക്ക് കൈത്താങ്ങായി ജീവനോപാധി സഹായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുഭിക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. 77 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം എന്നീ ജില്ലകളിൽ 5000 കർഷകർക്ക് 2 പശുക്കളെ വാങ്ങുന്നതിനായി 60,000 രൂപ വീതം സബ്സിഡി നൽകും. സംസ്ഥാനത്തെ 3500 കർഷകർക്ക് കിടാരി വളർത്തലിനായി 15,000 രൂപ വീതം സബ്സിഡിയും, കാറ്റൽ ഷെഡ് നിർമ്മാണത്തിനായി 5000 കർഷകർക്ക് 25,000 രൂപ വീതം സബ്സിഡിയും വിതരണം ചെയ്യും. 6000 കർഷകർക്ക് 6650 രൂപ വീതം കാലിത്തീറ്റ സബ്സിഡിയും, ആട് വളർത്തലിനായി 1800 പേർക്ക് 25,000 രൂപ വീതവും സബ്സിഡി നൽകും. സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം കോൺടാക്ട് ട്രേസിങ്ങിനായി പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാസ്ക് ധരിക്കാത്ത 5500 സംഭവങ്ങൾ സംസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 8 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ബലികർമ്മം അനുഷ്ഠിക്കുന്നവർ കോവിഡ് ഹെൽത്ത് പ്രോട്ടോക്കോൾ പാലിക്കണമെന്ന് ഒരു വട്ടം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സെമിനാരികൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ധ്യാന കേന്ദ്രങ്ങൾ, ഹോസ്റ്റലുകൾ, ആശുപത്രികൾ, ഹാളുകൾ ഇവയെല്ലാം ഉൾപ്പെടെ 12 സ്ഥാപനങ്ങൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത 76 വിദ്യാർത്ഥികൾക്ക് TV വിതരണം ചെയ്തതായി അറിയിച്ചിട്ടുണ്ട്. TB's ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് ജില്ലയിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലേക്ക് 1,05,814 രൂപയുടെ സാധനങ്ങൾ കൈമാറി.
കിടക്ക, തലയണ, കിടക്കവിരി മുതലായ സാധനങ്ങളാണ് കൈമാറിയത്. ദുരിതാശ്വാസ നിധിയിലേക്ക് CPIM തലശ്ശേരി ന്യൂ ബസ് സ്റ്റാൻഡ് ബ്രാഞ്ച് 50,000 രൂപ, യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അമ്പലമട്ട മക്രേരി ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 43,242 രൂപ, CPIM AKG നഗർ ബ്രാഞ്ച് പാനൂർ ഏറിയ ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 29,500 രൂപ. കൂട്ടത്തിൽ COVID-19 സ്ഥിതി രൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ന് കക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. സർവകക്ഷി യോഗമായിരുന്നു ചേർന്നത്. കോവിഡ് പ്രശ്നത്തിൽ 3-ാം തവണയാണ് ഇത്തരത്തിൽ കക്ഷി നേതാക്കളുമായി സംസാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാ കക്ഷി നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ജനങ്ങളെ ആകെ അണിനിരത്തി നാം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരണവും പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങൾ പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും മുന്നോട്ട് വെച്ചു. ആ കാര്യങ്ങളെല്ലാം സർക്കാർ പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കുമെന്ന് യോഗത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രാദേശിക തദ്ദേശഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ സജ്ജമാക്കുന്നതിന് സർക്കാർ എടുക്കുന്ന നടപടിയോടൊപ്പം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കുമെന്ന് വ്യക്തമാക്കി. ഇതിൽ ഫണ്ടൊരു പ്രശ്നമല്ല എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. സ്വകാര്യ മേഖലയെ കോവിഡ് ചികിത്സയിൽ പങ്കാളിയാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കി. നേരത്തെ ഞാൻ ആ കാര്യം പറയുകയുണ്ടായി. അവിടെയുള്ള നിരക്കും തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുടെ കാര്യത്തിൽ കക്ഷി നേതാക്കൾ ആരായുകയുണ്ടായി. അതിനാവശ്യമായ PPE കിറ്റും N95 മാസ്കും മറ്റെല്ലാ സംവിധാനങ്ങളും നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്, ആവശ്യമായത്ര സംഭരിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ടെസ്റ്റ് റിസൾട്ട് വേഗത്തിലാക്കണം എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൽ ചില മനുഷ്യവിഭവശേഷിയുടെ കുറവുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചു. അത് നേരത്തെ സർക്കാരിൻ്റെ ശ്രദ്ധയിലുള്ള കാര്യമാണ്, ചർച്ച ചെയ്തായിരുന്നു അത്. ആ കാര്യത്തിൽ പരിഹാര നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ പോലെയുള്ളവരെ പ്രത്യേകമായി റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതും അവരുടെ അടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.